children of the world are angels, full of innocence, wonder and smiles. No understanding of education, forever changing. Little children of the world have angels' eyes. Heaven is far away, children are there. God's little angels, baptized in His name, unloved in this great big world of evil and strife. God bless the children. God bless the child. ബെർണഡറ്റ്, വീണ്ടും ആസ്തമ തുടങ്ങിയല്ലേ? നീ പുറത്തിറങ്ങി നടന്നോ? എനിക്ക് നന്നായിട്ടറിയാം, മഞ്ഞത്തിറങ്ങിയിട്ടാ നിനക്ക് ജലദോഷം പിടിച്ചത്. എന്താ മോളെ നീ പറഞ്ഞ കേക്കാത്തത്? നിന്റെ ആരോഗ്യം നീ തന്നെ ശ്രദ്ധിക്കേണ്ടത്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ മോളെ ഞാനീ പറയുന്നത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്ക്. ബെർണഡറ്റ് എവിടെ പോയി? എനിക്കറിയില്ല. വാ നമുക്ക് പോവാ. അത് കൊള്ളാം. നിനക്കും ചേച്ചിക്ക് ഏതായാലും നല്ല ഒത്തൊരുമയുണ്ട്. അതാ നീ അവളെ കാട്ടിക്കൊടുക്കാത്തത്. ദാ ചേച്ചി വന്നു. നീ എങ്ങോട്ടാ മോളെ പറയാതെ പോയത്? ഞാൻ പുറത്ത് പൂ പറിച്ചോണ്ടിരിക്കായിരുന്നു മമ്മ. കർത്താവേ, ഈ തണുപ്പത്ത് പുറത്തിറങ്ങരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ചേച്ചിക്ക് ജലദോഷം പിടിക്കും അല്ലേ മമ്മ? നീ എന്നെ കളിയാക്കാൻ തുടങ്ങിയല്ലേ? ഞാൻ ഇനി രാത്രി പുറത്തു പോവില്ല മമ്മ. ശരി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സ്കൂളിൽ പോവാൻ നേരായി. വാ മക്കളെ. നിങ്ങൾ ചെലവിനൊന്നും തരാതിരുന്നാ ഞാൻ എങ്ങനെ ഈ കുടുംബം നടത്താ? നീ വിഷമിക്കാതെ, എന്തെങ്കിലും വഴിയുണ്ടാക്കാം. പക്ഷേ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എന്നെ എന്തിനാ വിളിച്ചുണർത്തിയത്? നിങ്ങളെ ശമ്പളം എവിടെ? ഇനി എന്താ ശമ്പളം കിട്ടാത്തത്? ജോലിയില്ലാത്തവൻ ആരെങ്കിലും ശമ്പളം തരുവോ? എന്താ പറഞ്ഞത്? ആ, എന്റെ ജോലി പോയി. ജോലി പോയിന്നോ? എങ്ങനെ? കാരണം ഞാനൊരു സത്യം പറഞ്ഞു, അത്ര തന്നെ. ഒന്ന് തെളിച്ചു പറയൂ മനുഷ്യ. അതെ, ഞാൻ പുതിയ റൊട്ടിയല്ലേ ചോദിച്ചത്. എനിക്കെന്തിനാ ഈ പൂത്ത റൊട്ടി തന്നത്? തരൂ നോക്കട്ടെ. ഇത് 3 ദിവസം മുൻപത്തെയാ. പിന്നെ എങ്ങനെയാ ഭൂപ്പിലുണ്ടാവാതിരിക്കുക? ഓഹോ, എന്നെ പറ്റിക്കാൻ നോക്കുവാണോ? എനിക്ക് ഈ റൊട്ടി വേണ്ട. മര്യാദയ്ക്ക് എന്റെ പൈസ തിരിച്ചതാ.
ഇത് ഞങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയതല്ല. അതുകൊണ്ട് രൂപ തിരിച്ചു തരാൻ എനിക്ക് മനസ്സില്ല. അല്ല മുതലാളി, ഇത് ഇവിടത്തെ റൊട്ടിയാ. അയാൾക്ക് രൂപ തിരിച്ചു കൊടുത്തേക്കാം. മിണ്ടാതിരിക്കടാ. കഷ്ടം തന്നെ, മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ. ഒരു കാര്യം പറയാം, എനിക്ക് എന്റെ പൈസ തിരിച്ചു തന്നേക്ക്. മതി, ഇനി ഒരു അക്ഷരം മിണ്ടരുതും. വേഗം സ്ഥലം വിട്ടോ. അങ്ങനെ പറയരുത്. അയാൾ ഇവിടുന്നല്ലേ ഇത് വാങ്ങിയത്. അയാൾക്ക് രൂപ തിരിച്ചു കൊടുത്തേക്കൂ. പാവം വേറെ നല്ല ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചോട്ടെ. അങ്ങനെയാണോ മുതലാളി? പക്ഷേ രൂപ നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിക്കും. വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇനി നിന്നെപ്പോലെ ഒരാളെ ഈ കടയിൽ ആവശ്യമില്ല. കടക്ക് പുറത്ത്. എന്തിന്? ഇനി എങ്ങാനും നിന്നെ കൺമുന്നിൽ കണ്ടാലേ ഞാൻ കൊന്നുകളയും. മുതലാളി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്നെ ഇവിടെ ജോലിക്ക് വേണ്ട, പൊയ്ക്കോന്നാ പറഞ്ഞ. കാര്യം ഇപ്പോഴാ മനസ്സിലായത്. ഇഡിയറ്റ്. എന്നെ ജോലിന്ന് പുറത്താക്കിയെന്ന് കേട്ട് നീ ചിരിക്കുകയാണോ? ജോലിന്ന് പുറത്താക്കുന്നത് ഇത് ആദ്യമല്ലല്ലോ. വീണ്ടും ശ്രമിച്ചോ. ആ, ശ്രമിച്ചേ പറ്റൂ. വളരെ പ്രത്യാശയോടെയാണ് ഞങ്ങളിവിടെ വന്നത്. ഇവിടെ ചികിത്സിച്ചാൽ എൻ്റെ ഭാര്യയുടെ അസുഖം മാറുമെന്ന് കരുതി. സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം ഏകദേശം 7 കഴിഞ്ഞു. ഇനി എന്താ ഡോക്ടറെ ഞാൻ ചെയ്യേണ്ടത്? ഇവരുടെ ഞരമ്പുകളൊക്കെ തകരാറിലാണ്. അതുകൊണ്ട് എത്ര തന്നെ ചികിത്സിച്ചിട്ടും ഫലിക്കുന്നില്ല. ഇനി നിങ്ങളുടെ ഭാര്യയ്ക്ക് ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ കിടക്കേണ്ടി വരും എന്നാണ് എൻ്റെ പേടി. ഒരു മാറ്റവും ഉണ്ടാവാൻ സാധ്യതയില്ല. സാറ് പ്രശസ്തനായ വലിയ ഡോക്ടറല്ലേ? മാറാത്ത പല രോഗങ്ങളും മാറ്റിക്കൊടുത്തിട്ടില്ലേ? സാറ് മനസ്സ് വച്ച എൻ്റെ ഭാര്യയെയും രക്ഷപ്പെടുത്താൻ സാധിക്കും. ഞാൻ ദൈവമല്ല, നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. എല്ലാ ഡോക്ടേഴ്സും രോഗികളെ രക്ഷിക്കാനാണ് ശ്രമിക്കുക. പിന്നെ ഞാനിനി എന്താ ചെയ്യേണ്ടത് ഡോക്ടർ? ദൈവത്തോട് പ്രാർത്ഥിക്കൂ. അത്ഭുതം നടന്നാൽ നിങ്ങളുടെ ഭാര്യ രക്ഷപ്പെടും. ദൈവത്തോട് സമ്പർക്കം പുലർത്താൻ ഏറ്റവും എളുപ്പമായ വഴിയാണ് കുർബാന. ഇത് അദൃശ്യമായിരിക്കാം, പക്ഷെ തിന്മയെ അതിജീവിക്കാനായി ഈ ലോകത്തിലുള്ള അതിശക്തമായ ഒരേ വഴി അതാണ്. നിങ്ങൾ ഈ കുർബാന കൈക്കൊള്ളുമ്പോൾ ശ്രദ്ധ പതറുകയാണെങ്കിൽ, ഏറ്റവും ഉന്നതനായവന്റെ പേരിൽ ഞാൻ ആജ്ഞാപിക്കുകയാണ്, എന്നെ വിട്ടു വന്നിടത്തേക്ക് തിരിച്ചു പോവൂവെന്ന്. അപ്പോൾ അത് തീർച്ചയായും തിരിച്ചു പോകും. നിങ്ങളെ ഉപദ്രവിക്കില്ല. ബേണഡേഡ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ജോൺ. സുഖാണോ? അതെ, നിനക്കോ ജോൺ? സുഖം തന്നെ. അത് പോട്ടെ, ഇതെന്റെ ഫ്രണ്ട് ആരൻ. ഹലോ. ഹലോ. ഇവിടെ അവന് കാണാൻ പറ്റില്ല, അന്ധനാ. ഐ എം സോറി. സാരില്ല, ജോൺ നിന്നെ പറ്റി പറയാറുണ്ട്. അതെയോ? അപ്പൊ എനിക്കൊരു പുതിയ കൂട്ടുകാരനെ കൂടി കിട്ടി. അതെ. ഓക്കെ, എന്നാ പോവാം. മഠയാ, എന്താണിത്? എന്താണ് ഈ കാണിക്കുന്നത്? ഇത് ആസ്പത്രിയാണ്, വീടല്ല. തോന്നുമ്പോൾ കയറി വരാൻ. കണ്ടില്ലടാ ചപ്പും ചവറും കൂടിക്കിടക്കുന്നത്. എനിക്കിതൊന്നും വൃത്തിയാക്കാൻ മേല. നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ. വേണ്ടെങ്കിൽ പോയി പണി നോക്ക്. പോവാനല്ലേ പറഞ്ഞത്? ഈ ജോലി ഞാൻ ചെയ്തോളാം മാഡം. നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാനാവുമോ? ഇത് മുഴുവൻ രോഗാണുക്കളാണ്. എനിക്കറിയാം, പക്ഷെ എന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ ഒരുക്കമാ. ഒരു ജോലി വേണമെന്നേ എത്ര ഉള്ളൂ. കൂലി വേണം? നിങ്ങൾ എന്ത് തന്നാലും വാങ്ങിച്ചോളാം. ഇത് അഡ്വാൻസ് ആയിരിക്കട്ടെ. വളരെ നന്ദി.
സാധനങ്ങളൊന്നുമില്ലാതെ ഞാൻ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുക? എന്റെ മക്കൾക്ക് അത്താഴത്തിന് എന്താ വഴിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. മമ്മ, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചു. എനിക്കൊന്നും വേണ്ട. മമ്മ, എനിക്കിന്ന് തീരെ സുഖമില്ല. ഒട്ടും വിശപ്പില്ല. എനിക്കിന്ന് ഒന്നും വേണ്ട മമ്മ. ഞാൻ എന്റെ കൂട്ടുകാരി ഫ്ലോറയുടെ വീട്ടിൽ പോയിരുന്നു. ഭക്ഷണം കഴിക്കാൻ അവളെ നിർബന്ധിച്ചു. വിശപ്പോണ്ട് ഞാൻ കുറേ കഴിച്ചുപോയി. അതുകൊണ്ട് ഏതായാലും ഇന്ന് അത്താഴം ഉണ്ടാക്കണ്ട. നിങ്ങളുടെ പപ്പ വരുന്നവരെ മമ്മ, കാത്തിരിക്കാം. പപ്പ എന്താ ഇനിയും വരാത്തെ? നിങ്ങളുടെ പപ്പ എന്നാ നേരത്തിന് വീട്ടിലെത്തിയത്? തീരെ ചുമതലാബോധം ഇല്ല. എവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടല്ലേ ഇങ്ങ് എത്തൂ. Little children of the world are angels, full of innocence, wonder, and smiles. No understanding of education, forever changing. Little children of the world have angels' eyes. Heaven is far away, children are there. God's little angel, baptized in His name, unloved in this great big world of evil and strife. God bless the children. God bless the child. നിങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. മക്കൾ വിഷമിക്കണ്ട. പപ്പ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലെടുത്തു കൊണ്ടുവരാം. ബർണഡറ്റ്, താങ്ക് യു മമ്മ. ഇതാ മോളെ. ശരിയാ മോളെ, ഞാനും രണ്ടാമത്തെ പ്രാവശ്യ കഴിക്കുന്നത്. ഒരു കമ്പനി തരാൻ ഞാനും എല്ലാവരുടെ കൂടെ കഴിക്കാം. നീ കഴിക്കുന്നില്ലേ ബർണഡറ്റ്? ഞാനും കൂടെ കഴിക്കാം. നല്ല കുട്ടി. ഇതാ വേണ്ടത്. സന്തോഷത്തോടെ ഉള്ളത് നമുക്ക് കഴിക്കാം. ലൂയിസ്, എന്താ പറ്റിയത്? ഒന്നുമില്ല. നമ്മുടെ ആ പണ്ടത്തെ ജീവിതം ആലോചിച്ച് നോക്കിയപ്പോ എനിക്ക് കരച്ചിൽ വന്നു പോയതാ. എല്ലാം നമ്മുടെ നിർഭാഗ്യം. പണം നഷ്ടപ്പെട്ടു, ബഹുമാനം പോയി. ഇപ്പൊ താമസിക്കാൻ ഈ ചെറിയ കുടിലല്ലാതെ മറ്റൊന്നും തന്നെയില്ല. പോരാത്തതിന് ജയിലിലും പോകേണ്ടി വന്നു. എന്തൊക്കെയാ നമ്മൾ അനുഭവിച്ചത്. എന്തിനാ നമുക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നത്? ഇനി എത്ര കാലം ഇങ്ങനെ ജീവിക്കാൻ പറ്റും? പ്രാർത്ഥിക്കാം, നല്ലൊരു കാലം വരാതിരിക്കില്ല. ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ.
നെരിപ്പോടിലെ തീ കെട്ടു. ഇവിടെ ഒരൊറ്റ വിറക് പോലും ഇല്ല. നിങ്ങളൊന്ന് വേഗം പോയി വിറക് കൊണ്ടുവാ. ഇപ്പൊ പറ്റില്ല. എനിക്ക് ഒട്ടും വയ്യ. രാത്രി മുഴുവൻ പനിയായിരുന്നു. എന്റെ ദൈവമേ, ഭയങ്കര പനിയുണ്ടല്ലോ. ഞാൻ ഇനി എന്താ ചെയ്യാ? മമ്മ, ഞാൻ പോയി വിറക് കൊണ്ടുവരാം. നീ അങ്ങനെ തനിച്ചു ഞാൻ പോണ്ട. എന്റെ ഫ്രണ്ട് ജേനയും കൂട്ടിക്കൊണ്ട് പോവാം. ഏയ്, അതൊന്നും വേണ്ട. മമ്മ, ഞാൻ ഇവരുടെ കൂടെ പോട്ടെ? വേണ്ട, നീ പുറത്തു പോണ്ട. പുറത്ത് നല്ല മഞ്ഞുണ്ട്. നിന്റെ അസുഖം കൂടും. എനിക്കൊന്നും സംഭവിക്കില്ല. ഇപ്പൊ ജലദോഷമില്ലല്ലോ. ഞാനും പോട്ടെ മമ്മ. നിനക്ക് ഭയങ്കര പിടിവാശിയാ. മമ്മ. ശരി, പൊയ്ക്കോ. വേഗം വരണം കേട്ടോ. തലയിലൊരു തുണിയിടാൻ മറക്കണ്ട. മക്കള് പോ. പോട്ടെ മമ്മ. ആയിരത്തി 1858 ഫെബ്രുവരി 11 വ്യാഴാഴ്ച. ഞാനും വരുന്നു. നിനക്ക് വരാൻ പറ്റില്ല. അവിടെ ഇരുന്നാ മതി. പറ്റില്ല, ഞാനും കൂടെ വരാം. ഈ പുഴയിലെ വെള്ളത്തിന് നല്ല തണുപ്പാ. നീ വെള്ളത്തിൽ ഇറങ്ങണ്ട. Bernadette! Bernadette!
ബെർണഡേറ്റ്, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? എനിക്കറിയില്ല. നീ ഇവിടെ ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നത്? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. നിങ്ങൾക്കിവിടെ ആരെയും കാണാൻ പറ്റുന്നില്ലേ? അതാ അവരവിടെയുണ്ട്. അവിടെ ആരും ഇല്ലല്ലോ. എന്നാ അവര് പോയി കാണും. ആരാ അവര്? അതെനിക്കറിയില്ല. വാ, നമുക്ക് വീട്ടിൽ പോവാം. വാ. ഞങ്ങള് കാട്ടിൽ പോയപ്പോ ബെർണഡേറ്റ് ഒരു സ്ത്രീയെ കണ്ടു പറഞ്ഞു. ഏയ്, ഞാൻ വിശ്വസിക്കില്ല. അതെ, സത്യമാ. നീ അവരെ കണ്ടോ? ഇല്ല, ഞാൻ അവിടെ ആരും കണ്ടില്ല. ബെർണഡേറ്റ്, ഇങ്ങോട്ട് വാ. എന്താ മമ്മ? ഇവൾ എന്നോട് പറഞ്ഞത് സത്യമാണോ? നീയല്ലേ എന്നോട് പറഞ്ഞത്? അതെ മമ്മ. എന്താ ഉണ്ടായതെന്ന് തെളിച്ചു പറ. അതെ, സത്യത്തിൽ ഇത്രയും സുന്ദരിയായ സ്ത്രീയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേയില്ല. എനിക്കവരെ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു മമ്മ. അവരെ നിന്നോട് സംസാരിച്ചോ? ഇല്ല. തീർച്ചയായും നിനക്കെന്തോ പിശാചുബാധ കൂടിയിട്ടുണ്ട്. ഇനി നീ ഒരിക്കലും ആ മെസബല്ലയിലേക്ക് പോവരുത്. ഞാൻ ആ സ്ത്രീയെ കാണാൻ പോവും. എന്നോട് പോവരുതെന്ന് പറയരുത്. അവര് കാണാൻ എങ്ങനെയുണ്ടെന്ന് നീ പറയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഞങ്ങൾ നിന്നെ വിടുക? ഞാൻ എങ്ങനെ പറയും? ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ലല്ലോ. എന്നാ അവരാരാണ് കണ്ടുപിടിക്കാൻ ഞങ്ങളും കൂടെ വരാം. പ്ലീസ്, വേണ്ട പറയില്ലേ. എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് കേട്ട് അതുപോലെ നടന്നാ മതി. ഓക്കെ, എന്നാ നമുക്ക് നാളെ അങ്ങോട്ടേക്ക് പോവാം. ആയിരത്തി 1858 ഫെബ്രുവരി 14 ഞായറാഴ്ച. അതാ എന്താ അവര് ഇനിയും മുന്നിൽ വരാത്തത്? അവരിനി ഇങ്ങോട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കുന്നത്? നമ്മളിവിടെ വന്നിട്ട് എത്ര നേരായി? അതാ അവര് അവിടെയുണ്ട്. എവിടെയാണ്?